ബൈബിൾ പറയുന്നു, the Bible says, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. to him who received him, to them he gave them the authority to become the children of God. നിങ്ങൾക്ക് ലഭിച്ച ഒന്നാമത്തെ അധികാരം, The first authority you receive, അവന്റെ മക്കളായി മാറാനുള്ള to അധികാരം. become his children. നിങ്ങൾക്ക് ലഭിച്ച ഒന്നാമത്തെ അധികാരം എന്താണ്? The first authority that you receive, അവന്റെ മക്കളായി മാറാൻ. to become his children. ഈ ലോകത്തിൽ In this world, ഒരു നല്ല ശതമാനം ആളുകളും a good number of people, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നു. they are atheists. They don't believe God exists. മറ്റൊരു നല്ല ശതമാനം ആൾക്കാർ And the rest of the people, എവിടെ ഒരു ശക്തിയുണ്ട്, they say that there is a power behind all this. എന്നാൽ But ചിലർ വിശ്വസിക്കുന്നു some people believe ദൈവമുണ്ട്, that God exists അവൻ എൻ്റെ പിതാവാണ്. and he is my father. പറഞ്ഞാട്ടെ, എനിക്ക് വേണ്ടി ഒരു അപ്പനുണ്ടെന്ന് പറഞ്ഞാട്ടെ. Come on, everybody say, I have a loving father. എനിക്ക് വേണ്ടി ഒരു നല്ല പിതാവുണ്ടെന്ന് പറഞ്ഞാട്ടെ. Come on, let's say that I have a loving heavenly father. അവന്റെ മക്കളായി തീരാൻ എനിക്ക് അധികാരം ലഭിച്ചു. And he gave them right to become children of God. ചിലര് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട്, Some people when they pray they say, ഞാൻ കൃമിയാണേ, oh, I am a worm, പുഴുവാണേ, I am a പൊടിയാണേ. I am a dust. പക്ഷെ നീ പൊടിയും കൃമിയും പുഴുവൊന്നും അല്ല. But you are not a dust and neither are you a worm. നീ രാജകീയ പുരോഹിത വർഗമാണ്. You are a royal priesthood. നീ വിശുദ്ധ ജനമാണ്. You are a royal അവന്റെ priesthood. സ്വന്തം മകനാണ്, മകളാണ്. You are his own child and അവന്റെ daughter. അധികാരം ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ നിന്നെ വിളിച്ചതാണ്. He has called you to demonstrate his authority on the earth. എത്ര പേരാ ഇന്ന് പകൽ അത് വിശ്വസിക്കുന്നത്? Oh, come on, how many of you believe that this morning? അവൻ എന്നെ തന്റെ പൈതലാക്കി, മകനാക്കി, മകളാക്കി He മാറ്റിയിരിക്കുന്നു. has made me his child, his daughter of the kingdom. ഈ ദൈവത്തെ അപ്പാ എന്ന് വിളിക്കാൻ, This God can be addressed as Appa. അപ്പാ എന്ന് വിളിക്കാൻ We can call him Appa. നമുക്ക് അവൻ ഭാഗ്യം തന്നു. And he has given that privilege to us. Amen. Amen. എത്ര മനോഹരമായ ഒരു ഭാഗ്യമാണ്. What a wonderful privilege we have. ഒന്ന് പറഞ്ഞേ, അവൻ എൻ്റെ ഒന്ന് സ്നേഹത്തോടെ പറഞ്ഞ Come അവൻ on. ഡാഡിയാണെന്ന് പറഞ്ഞു. He is my daddy. He is my father. He is my Appa. അവൻ എൻ്റെ അപ്പായാണ്. Come on, say that he is my Abba. ഈ ഒരു അറിവോടെ നിങ്ങൾ പോയാലുണ്ട്, If you go with this understanding, നിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ, in the midst of the problem, നിന്റെ പ്രയാസങ്ങളുടെ നടുവിൽ, in the midst of your challenges, എൻ്റെ അപ്പ എൻ്റെ കൂടെണ്ടെന്നൊരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചാൽ, if you have a conviction that my father is with me in this trial, എപ്പോഴും ആ ഉറപ്പ് നിന്റെ അകത്ത് വർദ്ധിച്ചുകൊണ്ടിരുന്നാൽ, if this conviction begins to grow in your heart, നീ തളരില്ല. you will not go down. നീ തളരില്ല. You will not go weak. Hallelujah. നീ ശക്തിയുള്ളവനായി. You will go from strength to strength. നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്ന അപ്പനും അമ്മയും, The parents that the Lord has given us, അവർ ഏറ്റവും precious ആണ്. they're very precious to us. അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നു. They live for us. അവർ നമുക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നു. And they sacrifice for us. അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. And they took a lot of trouble for നമ്മൾ us. അവരെ ബഹുമാനിക്കുന്നു. And we honor them. ഒരു പക്ഷേ നിന്റെ അപ്പനോ അമ്മയ്ക്കോ വലിയ കഴിവില്ലെങ്കിലും, even if your parents are not very capable, ഒരു സന്തോഷ വാർത്ത, let me give you a good news. സ്വർഗ്ഗത്തിലുള്ള നിന്റെ അപ്പൻ, The heavenly father that we അവൻ have, ശക്തനാണ്. he is all capable. അവൻ കഴിവുള്ളവനാണ്. He is all able. ഈ ലോകത്തിലുള്ള നിന്റെ അപ്പൻ The parents we have here on earth, ഒരു പക്ഷേ ശൂന്യതയുള്ള ആളായിരിക്കാം. they may have weaknesses. എന്നാൽ സ്വർഗ്ഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. The heavenly father we അവൻ have, നമുക്ക് വേണ്ടി സകലതും കരുതിയിരിക്കുന്നത്. he is an all sufficient God. ഈ ലോകത്തിലുള്ള നമ്മുടെ പിതാവിന് Our earthly father, ചിലയിടങ്ങളിലൊക്കെ ബുദ്ധിമുട്ട് വന്നേക്കാം. they may have faced various challenges. എന്നാൽ സ്വർഗ്ഗത്തിൽ നമുക്കൊരു പിതാവുണ്ട്. But our heavenly father, അവൻ ചെങ്കടലിന്റെ നടുവിൽ നാഷണൽ ഹൈവേ ഉണ്ടാക്കാൻ കഴിവുള്ളവൻ. he is able to make a national highway in the midst of the തീയുടെ Red Sea. ബലത്തെ കെടുത്താൻ കഴിയുന്നവൻ. He can quench the fire. അവൻ എന്റെ പിതാവാണെന്നൊരു ഉറപ്പോടെ കരമടിച്ചാമേ പറഞ്ഞു. He is my loving